സാധാരണ ഇങ്ങനെ ത്രോട്ടെ പിടിക്കുമ്പം ഈ ഫുള്ളാണ് പിടിക്കുന്നത്, എന്നിട്ട് എവിടെയെങ്കിലും ചേർത്ത് പിടിക്കും, മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഫുൾ ത്രോട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് ത്രോട്ടിന്റെ സൈഡിലുള്ള മസിൽസ് ഉൾപ്പെടെയാണ് പിടിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് പിടിക്കുമ്പം ഇപ്പൊ നിനക്ക് എന്നേലും സൈസ് ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഒരു നെക്ക് ചെറിയായിട്ട് എനിക്ക് ഒരു ചെറിയ നെക്ക് കിട്ടുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ എനിക്ക് തട്ടി മാറ്റിയിട്ട് പോകാം. അപ്പൊ നേരെ ഈ ഫുൾ ത്രോട്ട് പിടിക്കുന്നതിന് പകരം എവിടാണത് ഇത്രയും മാത്രം പിടിച്ചാലോ, ഇതിനെയാണ് നമ്മൾ വിൻ പൈപ്പ് ഗ്രാബ് എന്ന് പറയുന്നത്. വിൻ പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ നെക്ക് അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ ഞെക്കുന്നതിന് പകരം, അപ്പൊ എന്റെ കൈ ഉണ്ടോ, നിന്റെ കഴുത്തിന്റെ അത്രയും വരുന്നില്ല, നിന്നേലും എന്നേലും ചെറിയൊരാൾ വന്നാലോ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ ആ സാധനം മാറും. നേരെ മറിച്ച് ഇപ്പൊ തട്ടിക്ക് തട്ടത്തില്ല, കാരണം നീ ഞാൻ കൂടുതൽ ഫോഴ്സിൽ പിടിച്ച് നീ തട്ടുമ്പോ എന്ത് പറ്റും, ഈ സാധനം പറഞ്ഞു വരും. ഒബ്വിയസ്ലി ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ പിടിച്ച് നല്ലൊരു ഞെക്ക് വെക്കുമ്പോഴത്തേക്ക് ആള് ഡൗൺ ആവും, നമുക്ക് തള്ളി മാറ്റുക, അതാണ് നമ്മുടെ സെൽഫ് ഡിഫെൻസിലെ ഉദ്ദേശം. പക്ഷെ ഇത് കൂടുതൽ നേരം ഇങ്ങനെ പിടിച്ച് ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നത് എന്ത് പറ്റും, ആള് തീർന്നു പോകും. കാരണം ശ്വാസം തടയും, അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ട്രക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിൻ പൈപ്പിന് ഡാമേജ് വരും, പിന്നെ ഇമ്മീഡിയറ്റ് സർജറി ഇല്ലെങ്കിൽ ആള് തീർന്നു പോകും. ഇത് ബേസിക്കലി എന്താ പറയുന്നതാണ്, കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കുറച്ച് സെക്കൻഡ്സ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആള് ടോട്ടലി അയാളുടെ ബോഡി നമ്പായി പോകും. ഇതാണ് വിൻ പൈപ്പ് ഗ്രാബ് എന്ന് പറയുന്നത്.